നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നായ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഓഫ് റോഡ് പോവുകയാണ്. ഓഫ് റോഡ് ജീപ്പിലാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അവിടെ നല്ല ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ്. ഇപ്പോൾ പക്ക ഓഫ് റോഡാണ്. 7 കിലോമീറ്റർ പക്ക ഓഫ് റോഡാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ജീപ്പ് പിക്ക് ചെയ്യും. ജീപ്പിന് നമ്മൾ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തൊള്ളായിരം കണ്ടിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയിനായിട്ട് നമ്മളിവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ്. ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ നമ്മൾ. അപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജും ഇവിടുത്തെ വ്യൂ ഒക്കെ പ്രത്യേക രസമാണ്. അപ്പം നമ്മൾ അങ്ങനെ തൊള്ളായിരം കണ്ടിയിലെ മെയിൻ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് നമ്മൾ 7 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചുകൂടി എത്തിയത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നിന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ അത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത് വെറുതെ അല്ല എന്നൊരു തോന്നൽ നമുക്ക് നന്നായിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഉണ്ട്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വാച്ച് ടവർ ഒരുക്കിയിട്ടുണ്ട്. ഈ വാച്ച് ടവറിന്റെ മുകളിൽ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ നല്ലൊരു സീനറിയാണ്. ഇവിടെ റൈഫിൾ ഷൂട്ടിങ്, ആരോയിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്കുണ്ട്. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യും. ഇവിടെ തൊള്ളായിരം കണ്ടിയിലെ ആദ്യത്തെ പാർക്കിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കഴിഞ്ഞ് ഓൾറെഡി തിരിച്ച് നമ്മൾ ജീപ്പിൻ്റെ അകത്ത് കയറി താഴത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് നമ്മുടെ രണ്ടാമത്തെ പാർക്ക്. അവിടെയാണ് ആക്ടിവിറ്റീസ് കൂടുതലുള്ളത്.